ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെന്താ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാനാണ്. എല്ലാവരും പണിക്കൊക്കെ പോയിട്ടാ. അമ്മയും പിന്നെ ചേട്ടനൊക്കെ പണിക്ക് പോയി. പിന്നെ ഇന്നലെ രാത്രി തന്നെ പോയിട്ടാ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വരും. പിന്നെ ധീരു ഉറങ്ങാൻ. ധീരു എനിച്ചിട്ടില്ല കേട്ടാ. നല്ല ഇറക്കാം. ധീരു പൊതിക്കാനൊന്നും തീരെ ഇഷ്ടമില്ലാട്ടോ അവനെ. പക്ഷെ എന്താ പറയുക, ഷർട്ട് കൂടില്ലേ ജന്മം പോയി കഴിഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ. അപ്പോൾ നല്ല തണുവുണ്ട് ഇവിടെ. സൈഡിൽ ഫ്രണ്ടിൽ തന്നെ പുഴയ കാരണേ നല്ല തണുവാ. അപ്പോൾ ഞാൻ പുതച്ച് കൊടുത്തെന്നാലും ഇത് ചവിട്ട് കുത്തി മാറ്റും. പുതപ്പ് തീരെ ഇഷ്ടമല്ല. എന്നെ കാണുമ്പോൾ പേടിക്കണ്ട. ഞാൻ ഇന്നലെ കണ്ണെഴുതിയിട്ട് മാച്ചിട്ട് ശരിക്കും പോയിട്ടില്ല അടിയുടെ കരി. എന്നെ കൺമശിയല്ല, മറ്റേ സ്റ്റിക്ക് കൊണ്ട് എഴുതിയതാ കണ്ണ്. അടിയിലൊക്കെ നല്ല കരി ആയിട്ടുണ്ട് ഇല്ലേ. എൻ്റെ മുഖത്തൊക്കെ കണ്ടപ്പോൾ ഒരു നല്ല ചന്തണ്ട് കാണാൻ. ഇനിയിപ്പോൾ ഞാൻ വേറെ ക്രീമുകളൊന്നും ഞാൻ വേറെ യൂസ് ചെയ്യാറില്ല. സൺസ്ക്രീമിൻ്റെ ആണോ അറിയില്ല. എന്താ ഒരു കുഴപ്പമുണ്ടോ നോക്കല്ലേ. അത് വരെയും കുറിയും പാണ്ടും അതിൻ്റെ ഇത് ഞാൻ ഒരു മുന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഞാനിത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അറിയത്തുനിന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ നേരെ ഫ്രണ്ടിൽ പുഴയാണ് കേട്ടോ. നല്ലൊരു രസമാണ് കേട്ടോ അവിടെ നിന്ന് നോക്കാനായിട്ട്. വേറെ പരിപാടിയൊന്നുമില്ല. ചോറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി കൂട്ടാൻ വെക്കണം. പിന്നെ എന്താ പറയുക, പാത്രങ്ങൾ കഴുകാണ്ട് കുറച്ച് കഴുകണം. 2 ജോഡി ഡ്രസ്സ് കഴുകിടാണ്ട്. നീലുള്ള കാരണം തുണികൾ ഉണക്കാടണം. എന്നാലും മഴ ഇങ്ങനെ ചാറി ചാറി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചെറുതായിട്ട്. വെയിലുണ്ട് പക്ഷെ മഴ ചാറുന്നുണ്ട്. കുട്ടി നോക്കട്ടെ. അപ്പൊ പുതുപ്പ് ചവിട്ടി കണ്ടല്ലേ, കണ്ട പുതുപ്പൊക്കെ ചവിട്ടി കുത്തി മാറ്റിയവൻ. അമ്മറന്നെ നോക്കട്ടെ. ഈത്തായി വലിച്ചിട്ട് നോക്കിയിട്ടായി. ഞാനിപ്പോ ഏറ്റുള്ളൂ പറയും. പപ്പ എവിടെയാ? പപ്പ എവിടെയാ? ജോലിക്ക് പോയി. പപ്പ ജോലിക്ക് പോയില്ലേ ധീരുന്റെ? അപ്പ എന്നിട്ട് വരുമ്പോ മേടിച്ചോണ്ടിരാ. ചോറൊക്കെ ഓൾറെഡി വെച്ച് കഴിഞ്ഞതായിരുന്നു കേട്ടോ കാലത്ത് തന്നെ. ഇനി കൂട്ടാൻ്റെ പരിപാടികൾ മാത്രം നോക്കണ്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാനത് അടിച്ച് വാരണമൊക്കെ ഉണ്ട്. കൂട്ടാനായിട്ടൊന്ന് വെക്കാൻ പോണത് പരിപ്പും ചീരയും കുത്തിക്കാച്ചാനാണ് ഉദ്ദേശിക്കണേ. അപ്പോൾ അവിടെ ചേച്ചിയുടെ തൊട്ടപ്പുറത്ത് തന്നെ ചേച്ചിയുടെ വീട്ടിൽ ചീരയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊട്ടിച്ചോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നിട്ട്. അതെ അമേസിംഗ് പറയും. തിന്നാനായിട്ട് പാപ്പൊക്കെ മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട് പപ്പ. നാളെ എന്തൊട്ടാ കൂട്ടാനിലേക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പച്ചപ്പയർ മതിയെന്ന്. പച്ചപ്പയർ കൊണ്ടപ്പോൾ ഇത്ര അടക്ക് കൊണ്ടുവന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പകുതി അങ്ങടെ അപ്പുറത്തെ ചേച്ചിക്ക് കൊണ്ടു കൊടുക്കണുണ്ടോ. അപ്പോൾ ധീരുവിനെ മേടിച്ച് കൊണ്ടുവന്ന ജക്കല്ല റസ്ക് പാത്രത്തിലാക്കി എടുത്ത് വെക്കേണ്ട. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബിസ്ക്കറ്റും ഇതാക്കി ക്രാക്ക് ചാക്ക് ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അതും കൂടി ആക്കി വെക്കേണ്ട. പുണ്യ പറഞ്ഞു അതിൽ വെക്കേണ്ട, നീ അത് താഴത്ത് വേറെ പാത്രത്തിലിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ പരിപാടിയിലേക്ക് സമയം എത്രയെന്ന് അറിയൂ? 12 മണി. ഇതുവരെയായിട്ട് എൻ്റെ പണികളൊന്നും ഞാൻ കഴിഞ്ഞു. ഒന്നും നടന്നറാ. 12 മണിയായ സമയം. ഇത്ര നേരമായിട്ട് എൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. കൂട്ടാൻ കാച്ചാൻ പോകണുള്ളൂ ഞാനിപ്പോൾ. ഇത് കഴിഞ്ഞിട്ട് കുളിക്കണം, അലക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. എന്താ വീഡിയോ എടുക്കണോണ്ടാണെന്ന് അറിയില്ല, അതൊന്നും കഴിയണില്ല. രാവിലെ പണികൾ തുടങ്ങണതിന് മുന്നേ ആദ്യം പോയി കുളിച്ച് കഴിഞ്ഞാലേ പണികൾ കൊടുക്കുമ്പോൾ മേത്ത് മൊത്തം അഴുക്കാവും. അതാണ് പണികളൊക്കെ കഴിഞ്ഞിട്ട് പോയി കുളിക്കണം. അതാണ് നല്ലത്. പിന്നെ ഞാൻ എൻ്റെ പണികൾ വേഗം കഴിയണമെങ്കിൽ പുലർച്ചെ എണീക്കേണ്ടി വരും. ചോറൊക്കെ വെച്ചതാണ്. കൂട്ടാന് ഞാൻ പരിപ്പും ചീരയുമാണ് വെക്കാനേ. പരിപ്പ് ചീരയും നമ്മുടെ തൃശ്ശൂർക്കാരുടെ ദേശീയ കൂട്ടാനാണ് പരിപ്പ് കുത്തിക്കാച്ചിയത്, പരിപ്പും ചീരയും. അപ്പൊ സിമ്പിളായിട്ട് അത് ഉണ്ടാക്കാൻ വിചാരിച്ചു. പുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഉണ്ണി പണി കഴിഞ്ഞ് വരുമ്പോൾ കഴിഞ്ഞതായിട്ടാ ഞാൻ ഒക്കെ ഇട്ടിട്ട്
എങ്ങനെയുണ്ട് മുഖം നിറങ്ങനെ ഇങ്ങനെ തീരൂല കുളിയൊക്കെ കഴിഞ്ഞുട്ടാ. എങ്ങനെയുണ്ട്? യമ്മി പറയും. അങ്ങനെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഒരു ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റതാട്ടാ. അച്ഛനും മോനും നല്ല ഉറക്കാം. കണ്ടില്ലേ, നല്ല ഉറക്കാട്ടോ. അപ്പൊ നമുക്ക് പോയിട്ട് ചായക്ക് വെച്ചാലോ? ഇത് വേണ്ട, തക്കാളിയും കൊത്തമരപ്പയറും പിന്നെ സാധാ പച്ചപ്പയറല്ലേ അതും കൊണ്ട് ഒരുമിച്ച് ഇട്ടിട്ട് വന്നിട്ടുള്ളത്. എന്നിട്ട് കൊത്തമര വേറെ ആക്കിയിട്ട് മാറ്റണ്ട. ചായ കുടിച്ചു. ഞങ്ങള് ചായ കുടിക്കുന്ന വീഡിയോസ് ഇടാനായിട്ട് മറന്നു. അപ്പൊ ശരി കഴിഞ്ഞ. അപ്പൊ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇതാ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് അല്ലേ? അങ്ങനെ പറഞ്ഞേ. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്. പറയും ബൈ ഗൈസ്. ഓക്കെ, എല്ലാവർക്കും മോടുക്കും, ഇങ്ങനെ മോടുക്കും, ഇങ്ങനെ മോടുക്കും.